നടക്കേണ്ടതെല്ലാം നടന്നു. വാട്ട്സ് നെക്സ്റ്റ്? അറിയില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. വിഷമോ? എന്തിന്? ചത്തുപോയതെന്താ? എന്റെ കെട്ടിയവനാണോ? ഭർത്താവല്ലാതെ വേറെ ആരാ? ഒരു FB ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ദുബായിക്ക് വരുന്നോന്ന് ചോദിച്ചു. വരാന്ന് ഞാനും പറഞ്ഞു. That's it. നീ ആൻസി കോളേജിൽ വെച്ചുണ്ടായിരുന്ന നിന്റെ ക്യാരക്ടർ മാറിയില്ലേ? അവൻ ഡേറ്റിങ്ങിന് ചോദിച്ചു. ഓക്കെ, ഇവിടെ വന്നാ കംഫർട്ടബിൾ ആണെന്ന് തോന്നി, വന്നു. അത്രയല്ലേ ഉള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഈ പരിപാടിക്ക് ഈ വീട് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പൊ നീ കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്? ഇനി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അടുത്തത് എന്താ ചെയ്യേണ്ടത് അത് ആലോചിക്ക്. അനാവശ്യമായിട്ട് സംസാരിച്ച് കുഴപ്പമുണ്ടാക്കണ്ട. ഇത് ദുബായാണ്, ഞങ്ങൾക്കറിയാലോ. പിടിക്കപ്പെട്ട അതോടെ തീർന്നു. അങ്ങനെ സംസാരിച്ചിരുന്നൊരു കാര്യമില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ മാത്യുവിനെ ഒന്ന് വിളിക്കട്ടെ. വെറുതെ മേത്തി വന്നു. റോഷ് ആ മാത്യു, നടക്കാനുള്ള നടന്നു. ഞാനിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാലേ, ബോഡി ഒരു ബാഗിലാക്കിയിട്ട് ബലതിയുടെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടാണ്. അത് നടക്കില്ല. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറകൾ, സോ ഭയങ്കര റിസ്ക്കാ. അത് മാത്രമല്ല, ആരാ ബോഡിയോടെ കളയാൻ പോകുന്നത്? കൊണ്ടുപോയിടാനൊക്കെ ആയിട്ട് എൻ്റെ ആളുണ്ട്. ഒരു തമിഴനെ ജോബ് ക്യാൻസൽ ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ നാട്ടിൽ പോവാ. പക്ഷേ ക്യാമറയുടെ കാര്യ. റോഷ്, എനിക്കൊരു ഐഡിയ. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോകുന്ന വഴിക്ക് റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് ഒരിടമുണ്ട്. അവിടെ ലൈറ്റും ഇല്ല, ക്യാമറയും ഇല്ല. അപ്പൊ ഓക്കെ മാത്യു, നീ ആളെ അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെടാ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവനോടിപ്പോ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, വേഗം വരാൻ പറഞ്ഞാൽ മതി. ദാറ്റ്സ് ഓക്കെ. മരിയയും ആൻസിയും നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് വെക്കും. ഓക്കെ, എല്ലാം കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം, കേട്ടല്ലോ? എല്ലാം സെറ്റ് ചെയ്യണം. മാത്യു സാർ പറഞ്ഞു കൊടുക്കണം. ആ സുന്ദർ, നീങ്ങുവാ. இவங்கெல்லாம் உங்களோட ஃப்ரெண்ட்ஸா சார்? അതേടാ, ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സ്. அப்படியா? வணக்கம் சார். வேணாம் சார், കുടിക്കടാ. அது சாருக்கு முன்னாடி. നീ ഇതങ്ങ് വലിച്ചേ. வேணாம் சார். നീ ഇതങ്ങ് കുടിക്കേ, കുഴപ്പമില്ല. தேங்க்யூ சார். ഇരിക്കട്ടെ. நான் இங்கே உட்காந்துக்கிறேன் சார். എന്നാ അവിടെ ഇരിക്കും. இதான் கம்ஃபர்டபுளாக இருக்கும். ചിക്കൻ எனக்கா சார்? കഴിക്കടാ. தேங்க்யூ சார். சிக்கன் எனக்கு உசுறு சார். ആണോ? இப்படியெல்லாம் என்னை கவனிச்சதே இல்லை சார் யாரும். ரொம்ப நன்றி. കഴിച്ചോ കഴിച്ചോ. மொத்தம் எனக்கா சார்? നീ ഇവിടുത്തെ വിസ ക്യാൻസൽ ആക്കി തന്നെയല്ലേ പോണേ? ஆமாம் சார், என்னோட வேலை போயிடுச்சு சார். ഓക്കെ ഓക്കെ, കരയണ്ട കരയണ്ട. പതുക്കെ കഴിച്ചാൽ മതിരാ. எனக்கு எதுக்கு சார் பணம்? ഇതിലൊരു 1000 ദിർഹം. 1000 ദിർഹമാ? നീയേ ഞങ്ങൾക്കൊരു ഉദവി ചെയ്യണം. சொல்லுங்க சார்.
என்ன வேணாலும் பண்றேன் சார். എടാ ചോദിക്കാൻ പറഞ്ഞേ എന്താണ് നിന്റെ പേര്? സുന്ദർ. സുന്ദർ. നൈസ് നെയിം. താങ്ക് യു സാർ. സുന്ദർ, സാർ ഇപ്പൊ നീ ഒന്ന് ദോ ആയിരിക്കുന്ന പെട്ടിയിലേക്ക് നോക്കി. பார்த்துட்டேன் സാർ. കണ്ടില്ലേ? ഈ ബാഗേജ് നീ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബലദിയ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ട് കളയണം. എതുക്ക് സാർ? പറയാടാ. അതായത് ആ പെട്ടി ഇവിടെ ഇരിക്കുന്നവരിൽ ആരാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അവരാണ് വിന്നർ. അവരാണ് ഈ ഗെയിമിൽ ജയിക്കാൻ പോകുന്നത്. എടാ ഇതൊരു ഗെയിമാണ്, മനസ്സിലായോ? அவ்வளவுதானா சார்? ആ நான் பண்றேன் சார். ഇതും കൂടെ അടി. குடிச்சிக்கலாமா சார்? ആവശ്യത്തിന് കുടിക്ക്. അടി. മതിയായോ? അടിച്ചോ. ഓക്കെ ഓക്കെ. ആ போதும் சார். முடிச்சுட்டு வந்து மீதி எல்லாம் முடிச்சிடுறேன். சார் அந்த- சிக்கன்னா எனக்கு உயிர் சார். மீதி அப்புறம் வந்து சாப்பிட்றேன் சார். பாய் சார். வரேன் சார். ബൈ സുന്ദർ. பாய் சார். முடிச்சுடுறேன் சார். முடிச்சுடுறேன் சார். உங்களுக்காக என்ன பண்ணும் சார்? நான் முடிக்கிறேன் சார். யாருமே கண்டுபிடிக்க முடியாத ஒரு இடத்துல எடுத்துட்டு போய் நான் ஒளிச்சு வைக்கிறேன் சார். மத்தத நான் பாத்துக்கிறேன் சார். சார் வந்து மீதி ரவுண்டெல்லாம் நான் முடிக்கிறேன் சார். நீங்களே முடிச்சிடாதீங்க. അതെ, നമുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് വളരെ നന്നായല്ലേ? ശരി. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങാം. ബൈ ബൈ. ബൈഡാ. ബൈ ഓക്കെ. ബൈഡാ. ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ. ഞാൻ താഴെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്ന് വന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് മറന്നേക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യുടാ. റോഷ്, എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും റൂമിലിരിക്കാൻ പറ്റുന്നില്ല. എന്തായി? എന്താ ചെയ്തത് നിങ്ങൾ? ടെൻഷൻ അടിക്കണ്ട, എല്ലാം സോൾവ് ചെയ്തു. സോൾവ് ചെയ്തോ? ഉം. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് വിഡ്ഢികളാക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? ഏയ് ഞാൻ എപ്പോ പറഞ്ഞു എറിക്ക് എന്റെ ഹസ്ബൻഡ് ആണ്? ആൻസി, ഏയ് ആൻസി, ഒന്ന് വെറുതെ ഇരിക്കടി. നിങ്ങൾ ചുമ്മാ അവളെ ടോർച്ചർ ചെയ്യലടാ. നീ മിണ്ടിപ്പോരുത്, അല്ലെങ്കിൽ തന്നെ ഇതൊരു പ്രേതാലം പോലെ. ഇപ്പൊ നോക്ക്, ഒരു മരണം കൂടിയായി. അത് വിട്ടുകളാ. എന്തായാലും ബോഡി നമ്മളിവിടുന്ന് മാറ്റിയില്ലേ? ഈ വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതാണ്. ഡാ റാം, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുവേ, നീ മിണ്ടാതിരിക്കുക. ഫയാസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം. റോഷേ, ഞങ്ങൾ 4 പേരും കൂടി ഈ ഫ്ലാറ്റിലേക്ക് വന്നേ. പക്ഷെ 5ാമതൊരാള് ഈ ഫ്ലാറ്റിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാ, അവൻ പറയുന്നതിലും സത്യമുണ്ടെന്നാ തോന്നുന്നത്. അതായത് ഞാനും പ്രിയയും റൂമിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടതാ പ്രിയയുടെ പുറകില് മാസ്ക് ഇട്ടൊരു രൂപത്തെ. അതാരാ? ഡാ ചുമ്മാ ഒന്നും പറയില്ലട്ടാ. എന്താണ് നീ എന്താ ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കണ? ഏയ് അല്ലടാ, ആ മാസ്ക് ഇങ്ങെടുത്തേ. ഈ മാസ്ക് അല്ലേ ഹാഷം ഇട്ടത്? അതെ. അത് ഇങ്ങനത്തെ മാസ്ക് ആയിരുന്നില്ല. അത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര വികൃതമായിട്ടുള്ളതാ. വികൃതം? ഇവൻ എന്തീ പറയണ? അപ്പൊ പിന്നെ ആരായിരുന്നു എന്റെ തലയുടെ പുറകിലിരുന്ന് മസാജ് ചെയ്തോണ്ടിരുന്നത്? ഇല്ല, ഞങ്ങളാരും ഹാളിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും നിന്റെ ബെഡ്റൂമിലായിരുന്നു. ഹാഷിം ജാസിമിന്റെ റൂമിലായിരുന്നു. പറയുന്നൊന്ന് കേൾക്ക്. നമ്മുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ആത്മാവ് കാത്തിരിക്കുന്നുണ്ട്. നീ പറയണതൊക്കെ സത്യമാണ്. റാം, നീ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാ? ഞാനൊരു മൈൻഡ് റീഡർ ആണെന്ന് നിങ്ങൾക്കറിയാലോ. ഡാ, ഈ ഈവിൽ ഗ്ലോബ് മൂലം നമുക്ക് ആ ആത്മാക്കളുമായി സംസാരിക്കാം. അത് വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. ഞാനിത് കേട്ടിട്ടുണ്ട്. ഇതൊരു നല്ല ഗെയിമാ, അതുകൊണ്ട് കളിച്ചു നോക്കാം നമുക്ക്. കുഴപ്പമുണ്ടാവില്ല. ഐ വാണ്ട് ടു മേക്ക് എ കോൾ. ഒരു മിനിറ്റ്. ഓക്കെ. ഡാ, വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ. ആന്റണി, come. കുറച്ച് നാളായിട്ട് ഞാനും ആഗ്രഹിക്കുന്ന ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്താടാ നീയും കൂടെ? ഞാനുണ്ട്. നമ്മളായിട്ട് എന്തിനാടാ ഇനി ഇവിടെ ഇരിക്കുന്നത്? നമുക്കും പോയി നോക്കാം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ. ഇൻ കേസ് ആത്മാവ് ഇവിടെ വന്ന അത് തിരിച്ചയക്കാൻ ഒരു സൊല്യൂഷൻ വെച്ചോളാൻ അവനോട് പറ. ഞങ്ങൾക്ക് ഇവിടെയാ ജീവിക്കണ്ടേ. വാടാ.